ഹായ് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് തൃശ്ശൂർക്കാരുടെ മുതിരയും കൊള്ളിയും കൂടിയിട്ട് കുത്തി കാച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോവാം. മുതിരയും കൊള്ളിയും കുത്തി കാച്ചതാണ് ഇന്ന് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് മുതിര എടുത്തിട്ട് നമ്മൾ ആദ്യം തന്നെ ഇത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുതിർത്ത് 1 മണിക്കൂറോളം ഞാൻ കുതിർത്തി വെച്ചിട്ട് കഴുകി വെച്ചതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ഉള്ളിയാണ്. ചുവന്നുള്ളി കുറച്ചധികം 3-5 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കുടം വെളുത്തുള്ളി, 6 നമ്മുടെ ഉണക്കമുളക്, പിന്നെ അതിലേക്ക് കൊള്ളിയാണ്. ഒരു കൊള്ളി തന്നെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള സാധനങ്ങളാണ് നമുക്ക് ആദ്യം വേണ്ടത് കേട്ടോ. മുതിര വേവിക്കാനായിട്ട് ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് മുതിര ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാതും കുക്കറിലിട്ടു. ഇനി നമുക്ക് മുതിര വേവിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുതിര വേവിക്കാനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു 4 വിസിൽ കഴിയുമ്പോൾ നോക്കാം മുതിര വെന്തുണ്ടോന്ന്. എന്നിട്ടുണ്ടെങ്കിൽ 2 വിസിൽ കൊണ്ട് ഇരിക്കാം കേട്ടോ. അപ്പം നമുക്കിത് അടച്ച് വെച്ച് സ്റ്റവൊക്കെ കത്തിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. മുതിര വേകുമ്പോഴേക്കും കൊള്ളി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഇത് നന്നായി വേവിക്കൊന്നും വേണ്ട, നമുക്കൊന്ന് തിളച്ചാൽ മതി. ഇതിൻ്റെ വില കട്ട കനപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ ടീസ്പൂണോട് തന്നെയാണ് അതായത് കലക്കി കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. ഒന്ന് തിളച്ചൊക്കെ കിട്ടാനായിട്ട് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. വേവണ്ട ഒന്ന് തിളച്ചാൽ മതി. 4 വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൊള്ളി ഒന്ന് തിളച്ച് നോക്കണ്ട. കൊള്ളിക്ക് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതും നമുക്കൊന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി ഈ മിളകും ഉള്ളിലേക്ക് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാം. അപ്പം ഞാൻ നല്ലപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ എടുക്കാൻ പകരം ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറേശ്ശെ പകർത്താണ്. കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. 4 വിസിലടിച്ച് കഴിഞ്ഞിട്ട് നിർത്തിയതാണ്. അപ്പം മുതിര പകുതി വേവായിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കൊള്ളി ചേർത്ത് കൊടുക്കണം. അപ്പം നമുക്കിത് കൊള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. കഞ്ഞിക്കൊക്കെ സൂപ്പറായിട്ടാ മുതിരും കൊള്ളി. തൃശ്ശൂർക്കാരുടെ സ്പെഷ്യലാണ്. നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുവരെയൊക്കെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പം നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. ഒരു 4 വിസിലും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുതിരയും കൊള്ളിയും നല്ല പോലെ വെന്തുണ്ടാവും കേട്ടോ. വിസിലടിച്ച് കഴിഞ്ഞിട്ട് കുക്കറൊക്കെ ഞാൻ ഓഫാക്കിയിട്ടാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അയറൊക്കെ പോയിട്ട് ഇനി കുക്കർ തുറന്നു നോക്കാം. നമ്മുടെ മുതിരയും കൊള്ളിയും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇങ്ങനെ കറിയിൽ ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നേ. ഉപ്പ് ഞാൻ നേരത്തെ കുറച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉപ്പ് ഇത്തിരി കുറവാണ്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇളക്കിയിട്ട് നമുക്കൊന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ വീണ്ടും സ്റ്റവ് കത്തിക്കുന്നു കേട്ടോ. നല്ലപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കറക്റ്റ് പാകമാണ്. ഇനി നമുക്ക് സ്റ്റവൊക്കെ ഓഫാക്കി കൊടുക്കാം കേട്ടോ. ഞാൻ കാച്ചാനൊക്കെ ആയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആ ചൂട്ടത്ത് കടന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി മുളകൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഉള്ളി അല്ലാതെ നല്ലപോലെ മൊരിഞ്ഞ് വന്നിട്ടാ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് മുതിരയും കൊള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. മുതിര കൊള്ളിയും കൂടിയിട്ട് ഞാൻ ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മിളകൊക്കെ ആയിട്ടൊന്ന് കൂട്ടിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതായത് കൊള്ളിക്ക് നമുക്ക് ഒരു കുഴപ്പമുള്ള കാരണം പെട്ടെന്ന് ഇത് വറ്റി. അപ്പോൾ കുറച്ചിത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട്
നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൺ എന്നുള്ള ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.